ഇങ്ങോട്ടുമില്ല, അവസാനത്തൊരിക്കലും. അതേപോലെ അറബികൾക്കൊരു ചോദ്യമുണ്ട്, കംറിയൻ അറബറിയൻ ആഹ്റിക്കലാം. ആഹ്റിക്കലാം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ആഹ്റിക്കലാം എന്ന് പറഞ്ഞാൽ അവസാനം. പയ്യൻ പോയിരുന്നു, മലയാളി അത് അറബി ചെറുക്കം വന്നു, എത്രയാൽ? കംറിയൻ അറബറിയൻ. മലയാളി പയ്യനോട് ചോദിച്ചു, ആഹ്റിക്കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവൻ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആകെ അവൻ അറിയാവുന്ന അറബി ആഹ്റിക്കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്. മോനെ പഠിക്കും, സഹോദരിമാരെ പഠിക്കും. ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് കഴിയും. അതുള്ള സാഹചര്യം നിങ്ങളുടെ മുമ്പിലുണ്ട്. എൻ മകൻ ഏതു വിദേശത്തു പോകിലും നിന്മനെ കാമ്പിനി ഓർമ്മ വേണം. നിന്നുടെ ഭാഷ നിന്തറവാട്ടമ്മ അന്യ ഭാഷ വിരുന്നുകാരി. ഏതൊരു മന്ത്രവും ഏതൊരു വേദവും ഏതൊരു തത്വവും ഏതൊരാൾക്കും വൃത്തിൽ പതിയണമെങ്കിൽ സഭാഷതന് വക്രത്തിൽ നിന്നു പഠിക്ക വേണം. ഒക്കെ മാക്കാനേ ഉള്ളൂ. ഏത് മന്ത്രവും ഏത് വേദവും പറയല്ലേ, ഏതൊരു മന്ത്രവും ഏത് വേദവും അവന്റെ ഹൃദയത്തിൽ പതിയണമെങ്കിൽ അവനവന്റെ ഭാഷയിൽ നിന്ന് പഠിക്കണം. ഖുർആൻ ഹൃദയത്തിൽ ഇറങ്ങണമെങ്കിൽ മലയാളത്തെ എഴുതി പഠിച്ചിട്ട് ഓതിയ ഹൃദയത്തിൽ ഇറങ്ങൂല. അത് അറബിയിൽ അതേ സ്ഫുടതയോടെ തജ്വീദോടെ പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് നമ്മൾ ഈ മത്സരമൊക്കെ അങ്ങോട്ട് വിടണം. എന്ത് വിടണം? മത്സരം വിടണം. ഞാൻ ഏത് വലിയ രാജാവാണെങ്കിലും ഈ മത്സരം വിട്ടിട്ട് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു അത്ഭുതമുണ്ട്. ഖുർആൻ ഒരു സൂറത്തുണ്ട്, ആ സൂറത്തിന്റെ പേര് ഉറുമ്പെന്ന്. സൂറത്തിന്റെ പേര് ഉറുമ്പ്. സൂറത്തിൽ നംല്. ശരി, ഞാൻ ഇതിന് സമയമൊന്നും അധികമില്ല. സൂറത്തിന് നംലിൽ ഒന്ന് രണ്ട് കാര്യം പറയാം. ബാക്കി ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞല്ലോ, ഒരു അഭ്യുദയാകാംക്ഷയായിട്ട് ഞാൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് പിന്നീട് പറയാം. സൂറത്തിൽ നംല് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ സൗരയൂഥം മിൽക്കി വേ 10,000 കോടി നക്ഷത്രങ്ങളുമായി കറങ്ങുന്ന ഒരു വ്യൂഹത്തെ കുറിച്ച് പറഞ്ഞ ഖുർആൻ നിസ്സാരക്കാരനായ ഉറുമ്പിന്റെ പേര്, കാണാൻ പോലും കഴിയാത്ത ഉറുമ്പ്, സൂറത്തുൻ നംല്. ഉറുമ്പിന്റെ പേര് ഖുർആനിൽ കൊടുത്തു. ഉറുമ്പിന് എന്ത് കാര്യം? ഉറുമ്പിനെ കണ്ട് പഠിക്കണം മനുഷ്യൻ. നീ ആരടാ? നീ ആരടാ? നിങ്ങളല്ല കേട്ടോ. നീ ആരടാ? ഉറുമ്പിനെ കണ്ട് പഠിക്കും. നമുക്ക് മത്സരം. ആരുടെ? ഞാനാ സുൽത്താൻ, ഞാനാ രാജാവ്, ഞാനാണ് അധികാരി, എനിക്കപ്പുറത്തോട്ട് പിന്നെ ലോകമില്ല. നീ ആരെ കണ്ടിട്ടാടാ? കരയിൽ നിന്ന് വ്യഭിചരിച്ചിട്ട് കൊതി തിരാതെ കടലിൽ കിടന്ന് വ്യഭിചരിച്ച ആളാ ഫിറഔൻ. ആ ഫിറഔൻ ഈജിപ്തിലെ മ്യൂസിയത്തിൽ മലന്ന് കിടത്തുന്നത്. കരയിൽ നിന്ന് വ്യഭിചരിച്ചിട്ട് കൊതി തീരാതെ കടലിൽ കിടന്ന് വ്യഭിചരിച്ച ആളാ ഫിറഔൻ. മൂസാ നബി പറഞ്ഞു ചെയ്യരുത്. അള്ളാഹുവിനെ വെല്ലുവിളിച്ച ഫിറഔൻ എവിടെ പോയി? പോയി. നമ്മുടെ അഹങ്കാരം മാത്രം ഒന്ന് മനസ്സിൽ നിന്ന് വെച്ചാൽ മതി. എവിടെ പോയി? അന റബ്ബുക്കുമുൽ അഅ്ലാ. ആരാണ് മൂസാ? അല്ലാഹു വിളിച്ചു. അപ്പോൾ മൂസാ നബി പറഞ്ഞു അല്ലദീ അൻസല മിനസ് സമാഇ മാഅ. ആകാശത്തിൽ നിന്ന് മഴ പെയ്യിക്കുന്നവനാണ് എൻ്റെ അല്ലാഹ്. പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു മൂസാ, എന്നാൽ നിന്റെ അല്ലാഹുവിന്റെ മേലെ ഞാനാ. കാരണം എന്താ? മഴ പെയ്യിക്കണമെങ്കിൽ നിന്റെ അല്ലാഹുവിന് ഭൂമി വേണ്ടേ? ഭൂമി ആരുടേതാ? നിങ്ങൾ മനസ്സിലെ കൽബിനെ കേട്ടു. പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഭാവം നമ്മുടെ മനസ്സിലുണ്ട്. ഖുർആൻ അത് മാറ്റാനാവും വേണം. ഈ ഭാവം ഞാൻ ആരാ? നീ ആരടാ? കീടമേ പൊട്ടാ നീ മുന്തുള്ളി പിഞ്ചോരക്കെട്ട പിന്നീന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട റൂഹൊന്ന് വിട്ടാൽ ചത്ത ചരമല്ല കൊട്ട പറനിന്റുടൽ കണ്ട് ബഹുമാനം പൊട്ട. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടില്ല? ഈ പാട്ട് കേട്ടിട്ടില്ല? ഞാൻ കെട്ടിയ പെണ്ണിനെ പോയി ചന്തം കുറവാന്ന് കേട്ടിട്ടില്ലല്ലോ. അത് സുക്കൂനായതല്ല കാത്തു കസറാണ് പറയാൻ പറ്റും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കുറവാന്ന് പറഞ്ഞ് കിടക്കാൻ പറ്റും മനുഷ്യന്റെ മുമ്പിൽ? ഇങ്ങോട്ട് നോക്ക് മോനെ, പഠിക്കണം. ഇതെന്താ? ഇത് ഖുർആനാണ്. ഖുർആനാണിത്. ഖുർആൻ. ഷുജാഇ മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യൻ തൃശ്ശൂർ ജില്ലയിൽ അണ്ടത്തോട് വഫാത്തായി കിടപ്പുണ്ട് ഇപ്പോഴും മനുഷ്യൻ. ആ മനുഷ്യൻ പറഞ്ഞാണ്, എടാ പൊട്ട, നീ ആരെടാ? പൊട്ട നീ മുന്തുള്ളി പിഞ്ചോരെ കട്ട പിന്നീന്ന് കാഷ്ടം. പഴയ ഉമ്മമാര് പാടി പിടിച്ചിട്ടുണ്ട്. പഴയ ഉമ്മമാരുണ്ടോ ഇവിടെ? സഫലമാല എന്ന് പറയുന്നത്. സഫലമാല. ഇപ്പൊ എവിടെ മാല ഓതാൻ? എവിടെ മാല ഓതാൻ? മാല ഓതിയാൻ പോയില്ലേ? എവിടെ മാല? മോനെ, ഇതാണ് മാല. പണ്ടത്തെ ഉമ്മമാര് പാടും. ഇപ്പോഴത്തെ ഉമ്മമാര് 98 വയസ്സായി 2 സീസങ്ങൾ അടയ്ക്കാനുണ്ട്. എന്നാലും ഉമ്മമാർക്ക് അത് അറിഞ്ഞുകൂടാ. പഴയ എന്റെ ഉമ്മ ഇത് പാടി തന്നത് കേട്ടാ ഞാൻ പഠിച്ചു. എന്താ ഇത്? ഖുർആനാണ്.
ഖുർആനാണ്. എടാ പൊട്ട, നീ എന്ത് കണ്ടിട്ടടാ അഹങ്കരിക്കണ? നീ ആരടാ പൊട്ട? നീ മുണ്ടുള്ളി ഫിഞ്ചോരക്കട്ട, പിന്നീന്ന് കാഷ്ടം ചുമന്ന ഒരു കൊട്ട. എടാ നീ ഉമ്മാടെ ഉമ്മ വാപ്പാടെ ആര് തൊടാനടയ്ക്കുന്ന കണ്ടാലുടനെ തുടച്ചുമട്ടൻ വ്യഗ്രത കാണിക്കുന്ന ഒരു തുള്ളിയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചതല്ലടാ മനുഷ്യ. ഇപ്പൊ നിന്നെ സൃഷ്ടിച്ചിട്ട് നീ ഇപ്പൊ ആരാ? നെഞ്ചും പിരിച്ചിട്ട് അങ്ങനെ നടക്ക. ഇപ്പൊ നീ ആരാ മോനെ? പിന്നീന്ന് കാഷ്ടം ചുമന്ന ഒരു കൊട്ട, കുറെ കാഷ്ടം ചുമന്നുകൊണ്ട് കിടക്കുന്ന ഒരുമാതിരി മൊബൈൽ ടോയ്ലറ്റാണ്. ഞാൻ അപ്പുറത്തോട്ടൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വസ്ത്രത്തിന്റെ ഉള്ളിൽ നീ ആരാ? കുറെ കാഷ്ടം ചുമന്നുകൊണ്ട് കിടക്കുന്ന ഒരുമാതിരി മൊബൈൽ ടോയ്ലറ്റ്. കാന പീന സോന ഹഗ്ന. തീർന്നു, വിഷയം തീർന്നു. എന്നിട്ട് ഇങ്ങനെ നടക്ക. ഞാൻ ആരാ? ദുനിയാവിൽ ആർക്ക് സുൽത്താനാവും? ദുനിയാവിലെ സുൽത്താൻ ആരാവാൻ? ആഖിറത്തിലെ സുൽത്താൻ ആവാൻ പ്രശ്നം. ദുനിയാവിൽ ആർക്കുമാവാം, പക്ഷേ ആഖിറത്തിലെ സുൽത്താനാവാൻ കഴിയണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്. എന്തിനോടാണ് ഈ മത്സരം? എന്തിനാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അധ്യായത്തിന് പേര് വെച്ച് സൂറത്തുൽ നംൽ, ഉറുമ്പെന്ന് പേര് വെച്ച് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്. എന്തെന്നറിയോ മനുഷ്യ? ഉറുമ്പിനെ കണ്ടുപിടിക്കുക. മനുഷ്യ ഉറുമ്പിനെ കണ്ടുപിടിക്കുക. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ സൂറത്തിൽ നിന്ന് ഉറുമ്പിനെ കണ്ടുപിടിക്കുക. എന്താണ് ഉറുമ്പിന്റെ പ്രത്യേകത എന്നറിയോ സഹോദരങ്ങളെ? ഒരു ഉറുമ്പ് വിശന്ന് പറഞ്ഞ് പോവുകയാണ്. ആ പോകുന്ന വഴിയിൽ ഒരു ധാന്യമണി കണ്ടാൽ വിശപ്പുള്ളതോടുകൂടി ഉറുമ്പത് തിന്നുകയില്ല. ഉറുമ്പ് മെല്ലെ മാളത്തിലേക്ക് മടങ്ങുകയാണ്. അവിടെ പട്ടിണി കിടക്കുന്ന തന്റെ കൂടപ്പിറപ്പുകൾ, തന്റെ സഹോദരങ്ങൾ, തന്റെ സഹപാഠികൾ വിളിച്ചുകൊണ്ടുവന്ന് ആ പകുതി ധാന്യമണി അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഒരാൾക്ക് തിന്നാനുള്ളത് ആരും അറിയാതെ ഒറ്റയ്ക്ക് തിന്നലല്ല, ഉള്ളത് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഉറുമ്പിനെ, നിസ്സാരക്കാരനായ ഉറുമ്പിനെ ഒരു സൂക്തത്തിന് പേര് വെച്ചു കൊടുത്താൽ ഇത് വെറുതെയല്ല. ആ ഉറുമ്പിനെ കണ്ടു നിങ്ങൾ പഠിക്കണേ. ആ ഉറുമ്പിനെ കണ്ടു നിങ്ങൾ പഠിക്കണേ എന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഉറുമ്പ് തന്നെ തിന്നില്ല, നേരെ പോയി വിളിച്ചുകൊണ്ട് വരും. ഉള്ളത് മറ്റൊരാൾക്ക് കൂടി കൊടുക്കും. രണ്ടാമത് ഉറുമ്പിനൊരു സ്വഭാവമുണ്ട്. സൂറത്തുൽ നംൽ ഞാൻ പറയുക. ഇത് കഴിഞ്ഞാൽ ഒരു വലിയ കഥ ഞാൻ പറഞ്ഞു. സൂറത്തുൽ നംലിൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ശാസ്ത്ര സത്യം പറയാൻ വേണ്ടി ഒരു കഥ പറഞ്ഞു. പക്ഷെ ഉറുമ്പിനൊരു സ്വഭാവമുണ്ട്. എതിരെ ഒരാൾ വന്നാൽ ഉറുമ്പിന് കൂട്ടം ഒന്നും ചെയ്യില്ല, അത് മെല്ലെ ഒതുങ്ങി കൊടുക്കും. ഉറുമ്പ് മെല്ലെ ഒന്ന് ഒതുങ്ങി നിൽക്കും. മറ്റുള്ളവർ പോയി കഴിയുമ്പോൾ ഉറുമ്പും കൂട്ടം മെല്ലെ മുമ്പോട്ട് പോകും. ഈ ഉറുമ്പിന്റെ സ്വഭാവം മനുഷ്യൻ നിനക്കില്ലാത്തതെന്താ? നീ ഇത്ര അഹങ്കാരിയായി പോയല്ലോ എന്ന് പറയാനാണ് 100-ലധികം ആയത്തുകളുള്ള ഒരു സൂക്തത്തിന് ഉറുമ്പിന്റെ പേര് കൊടുത്തു. ഇതൊരു ദൈവിക രംഗത്തിനെ കഴിഞ്ഞു. ഈ ഒരു മനസ്സ് ഒന്ന് ഒതുങ്ങിക്കൊടുക്കാൻ ഒരു മനസ്സിലായിരുന്നെങ്കിൽ നമ്മുടെ സംഘടനകൾ രക്ഷപ്പെടുമായിരുന്നു, നമ്മുടെ സമൂഹം രക്ഷപ്പെടുമായിരുന്നു, നമ്മുടെ മഹൽ രക്ഷപ്പെടുമായിരുന്നു. എന്തിനേറെ ഭാര്യയും ഭർത്താവും രക്ഷപ്പെടുമായിരുന്നു. ഭർത്താവ് ഇങ്ങോട്ട് വന്നു, ഭാര്യ ഒന്നും ഒതുങ്ങി കൊടുത്താൽ ഭർത്താവ് ഇങ്ങനെ വന്ന ഭാര്യ ഉറുമ്പിന്റെ സ്വഭാവം പഠിക്കുക. ഇത് വെറുതെ ഒരു സൂറത്തിൽ പേര് വെച്ചല്ല. ഒന്ന് ഒതുങ്ങി കൊടുക്കാൻ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. ഇതെവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ? ഭാര്യയും ഭർത്താവും ജീവിക്കണോ? ഉറുമ്പിനെ കണ്ടുപഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. വാപ്പയും മകനും തമ്മിലുണ്ടാവണോ? ഉറുമ്പിനെ കണ്ടുപഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. മഹൽ നന്നായിട്ട് പോകണോ? ഉറുമ്പിനെ കണ്ട് പഠിപ്പിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. കൂടപ്പുറപ്പുകൾ നന്നായി പോകണോ? ഉറുമ്പിനെ കണ്ട് പഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ആ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് ഉറുമ്പ്, മറ്റൊരു സൂറത്തിന്റെ പേര് ഇരുമ്പ്. സൂറത്തുൽ ഹദീദ്. ഒരു സൂറത്തിന്റെ പേര് ഇരുമ്പ്, മറ്റൊരു സൂറത്തിന്റെ പേര് ഉറുമ്പ്, മറ്റൊരു സൂറത്തിന്റെ പേര് ഇരുമ്പ്. യഥാർത്ഥത്തിൽ സൂറത്തുൽ ഹദീദ് ഖുർആനിൽ സൂറത്താണ്. പഠിക്കുക നന്നായിട്ട്. ഖുർആൻ പഠിക്കാൻ താല്പര്യം വരാൻ വേണ്ടി പറയുക. യഥാർത്ഥത്തിൽ ഒരു സൂറത്തിന് പേര് വെക്കുമ്പോൾ ഇരുമ്പ് വെക്കാവോ? ഇരുമ്പെന്ന് നമ്മൾ സാധാരണ ആക്രി അല്ലെ, സാധാരണ ഭാഷ ആക്രി, വിലയില്ലാത്ത സാധനം. യഥാർത്ഥത്തിൽ ഒരു ലോഹമാണ് ഇരുമ്പ്. ഒരു ലോകത്തിന്റെ പേര് വെക്കണമെങ്കിൽ ഏറ്റവും വിലയുള്ള സ്വർണത്തിന്റെ പേര് വെക്കേണ്ട. ഖുർആനിന്റെ സൂറത്തിന്റെ പേര് പറയും ഇരുമ്പാണ് പറയുന്നത്. സ്വർണം, പ്ലാറ്റിനം, വൈഡൂര്യം, മരതകം.
ഒരു സൂറത്തിന് പേര് വെച്ച് സൂറത്തുൽ ഹദീദ്. നീ വലിച്ചെറിഞ്ഞ ഖുർആന്റെ കഥയാണ് ഈ പറയുക. ഇരുമ്പ് എന്തുകൊണ്ട്? ഇരുമ്പിനൊരു പ്രത്യേകതയില്ല. ആർക്കെങ്കിലും പറയോ ഇരുമ്പിന്റെ പ്രത്യേകത? ഇരുമ്പിന്റെ പ്രത്യേകത ഈ കൂട്ടത്തിരിക്കുന്ന ആർക്കെങ്കിലും പറയോ? ഇപ്പൊ ദയാനന്ദനെ കൊല്ലാനുള്ള സാധ്യത. അതായത് ലോകത്തുള്ള സർവ്വലോഹങ്ങളും ഈ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. എന്നാൽ ഇരുമ്പെന്ന ഒരേ ഒരു ലോകം അത് ആകാശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. 15 നൂറ്റാണ്ട് മുമ്പ് അബൂജഹലിന്റെ മുന്നിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓതിക്കെടുക്കുകയാണ് വഅൻസൽനൽ ഹദീദ് وأنزلنا الحديد فيه بأس شديد ومنافع للناس. ഈ ഉരുമ്പിനെ ഞാൻ ആകാശത്ത് നിന്ന് ഇറക്കിയതാണ്. ഇത് അത്ഭുതമാണ്, അത്ഭുതമാണ്, അത്ഭുതമാണ്. ലോകമല്ല ഇരുമ്പെന്ന ഒരേ ഒരു ലോകം അത് ആകാശത്ത് നിന്ന് ഇറക്കിയതാണെന്ന്